അപ്പോൾ ദാ ഇന്ന് എൻ്റെ ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഇതിന് പേരൊന്നും എനിക്കറിയത്തില്ല, ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ചിക്കൻ ദാ ചെറിയ പീസായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ മസാലകളെല്ലാം ചേർത്ത് തൈരും, പിന്നെ ഇതിൽ ഏറ്റവും ആവശ്യം വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ചേർത്തൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം കടുക് വറുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്കാകുമ്പോൾ തന്നെ നമ്മൾ ചിക്കൻ റെഡിയാവും. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് വിളമ്പാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.